എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്താ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരാൻ തിരക്കായതുകൊണ്ടാണ്. കിട്ടുന്ന സമയം ഇടയ്ക്ക് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇന്നിപ്പം എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പുമേറയിൽ പോകാമെന്ന്. ഫ്രീ ആയ പാമ്പുമേറ പോകാൻ. അപ്പം ഇവിടുന്ന് ബസ്സിൽ വേണം പോകാൻ. ബസ്സിൽ പോയിട്ട് അങ്ങനെ 2-3 സ്ഥലത്ത് മാറിക്കാണ്. അത് അപ്ഡേറ്റ് ചെയ്യും. ഇതാണ് അൽ ഹുബൈബ മെട്രോ സ്റ്റേഷൻ. ഇവിടുന്ന് വേണം നമുക്ക് ശോഭ റിയാലിറ്റിയിൽ ഫസ്റ്റ് പോയി ഇറങ്ങണം. എന്നിട്ട് അവിടുന്ന് നെക്സ്റ്റ് ഇത് പിടിക്കണം. ഇതിൽ നമുക്ക് നമ്പർ 91 ജബൽ അലി ബസ് സ്റ്റേഷൻ. അപ്പം ആ ബസ് വേണം നമുക്ക് പിടിക്കാൻ. ഇതാണ് നോവൽ കാർഡ്. അപ്പം ഞാൻ ടോപ്പപ്പ് ചെയ്യാൻ വന്നതാണ്. ഞാനിപ്പോൾ ഒരു 50 ദിറംസിനാണ് ടോപ്പപ്പ് ചെയ്യുന്നത്. യെസ്. आपको हिंदी आता है? हाँ आता है. हमको ना इधर से അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ ടാപ്പ് ചെയ്യണം. ടാപ്പ് സക്സസ്ഫുൾ ആയി. ഇപ്പം ആളൊന്നുമില്ല, ഫ്രീ ആണ്. ആരുമില്ല, ഫുൾ കാര്യം. ശോഭ റിയാലിറ്റിയാണ് നെക്സ്റ്റ് ഇറങ്ങാനുള്ളത്. 10:40 ആയപ്പം ബസ് എടുത്ത് ഇവിടെ പിന്നെ കറക്റ്റ് ടൈമിങ്ങിന് അവർ ബസ് എടുക്കും. ഇനി നമുക്ക് ശോഭ റിയാലിറ്റി എത്തിയിട്ട് കാണാം. ഇതാണ് ഇപ്പം ബസ്സിൽ നിന്നുള്ളൊരു വ്യൂ. ബസ്സിൽ നിന്ന് ഇറങ്ങി ശോഭ റിയാലിറ്റി എത്തുന്നത്. ഇതാണ് അടുത്ത മെട്രോ സ്റ്റേഷൻ. ഈ ദുബായ് ടു ട്രാം സ്റ്റേഷനിൽ നമുക്ക് കയറി പാം ജുമേറയുടെ അങ്ങോട്ടേക്ക് പോകണം. ഞാൻ ട്രാം സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് എത്തി. അങ്ങോട്ട് താഴെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയമാവുന്നേ ഉള്ളൂ ട്രാം വരാനുള്ള. ഇതാണ് ട്രാം വെയിറ്റിംഗ്. നമ്മൾ ട്രാം സ്റ്റേഷനിലെത്തി. ഇനി അവിടെ നിന്ന് നെക്സ്റ്റ് ഇറങ്ങേണ്ടത് പാം ജുമേറ ആണ്. ട്രാം സ്റ്റേഷൻ ഇവിടെ നിന്നാണ് നമുക്ക് പാം ജുമേറ പോകാനുള്ളത്. ഇപ്പം ട്രാമിലാണ്. ട്രാമിൽ പോകാൻ ഫസ്റ്റ് ടൈം ട്രാമിലും കയറി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെപ്പോഴും മെട്രോയിലായിരിക്കില്ല എല്ലായിടത്തും. ദുബായിലൊക്കെയാണ് അങ്ങനെ പാം ജുമേറ സ്റ്റേഷനെത്തിയത്. നമുക്ക് ട്രെയിൻ മുകളിലാണ്. ഇതാണ് ട്രാം സ്റ്റേഷൻ പാം ജുമേറയിൽ. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ മോണോറെയിലിൽ കയറി പോകണം. ഞാൻ ലിഫ്റ്റ് കയറി ഫസ്റ്റ് ഫ്ലോറിൽ നടന്നിട്ട് വേണം നമുക്ക് പിന്നെ നെക്സ്റ്റ് മോണോറെയിലോട്ട് കയറാൻ. അങ്ങനെ ഇതാണ് മോണോറെയിലേക്കുള്ള വഴി. സോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത് തന്നെ കാണും. കഥ കയറിയിട്ട് മെയിൻ വ്യൂ ഉള്ള സ്ഥലത്തേക്ക് പോവാം. ഇതാണ് എൻട്രി പാസ് വരുന്നത് അറ്റ്ലാന്റിസ് അക്വാവെഞ്ചറിലോട്ടൊക്കെ പോകാൻ. ഇതാണ് അറ്റ്ലാന്റിസിലോട്ടുള്ള റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ്. ഇതാണ് സ്റ്റേഷൻ. ഇപ്പം ട്രെയിൻ വരാൻ സമയമാകുന്നതേ ഉള്ളൂ. അത്യാവശ്യം ഇപ്പം ആൾക്കാരുണ്ട് ഇവിടെ. ഇതാണ് ശരിക്കും ലൊക്കേഷൻ പോകാനുള്ളത്. നമ്മൾ ഇറങ്ങുന്ന അറ്റ്ലാന്റിസ് അക്വാവെഞ്ചറിലായിരിക്കും. ഇങ്ങനെ മോണോറെയിലെത്തി ഭാഗത്തോട്ട് കയറുക.
അറ്റ്ലാന്റിസിലോട്ട് പോകാൻ നമുക്ക് നെക്സ്റ്റ് അറ്റ്ലാന്റിസ് ഇവിടെ നിന്നൊന്ന് കയറാനുള്ളത്. സോ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യണം അടുത്ത ട്രെയിൻ വരാൻ വേണ്ടി. അറ്റ്ലാന്റിസിലോട്ട് പോകാൻ അടുത്ത മോണോറെയിൽ വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കയറാം. സ്റ്റേഷനിൽ ഇവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് നമുക്ക് ഇറങ്ങി താഴെ വിസിറ്റ് ചെയ്യാനേ പറ്റും. അതിൻ്റെ തിരിച്ചെടുക്കാം. സ്ഥലത്തെത്തി ഇവിടെ ഇറങ്ങി അറ്റ്ലാന്റിസ് അക്വാവഞ്ചർ സ്റ്റേഷൻ. അറ്റ്ലാന്റിസിൻ്റെ അവിടെ താഴെ എത്തിയിട്ടുണ്ട്. ബാക്കി ഇത് കാണാം. ഇതാണ് താമരയുടെ എൻട്രൻസ്. ഇവിടെ കുറേ നല്ല പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ അകത്ത് കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വൺ ടൈം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അഡ്വഞ്ചറൊക്കെ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഫീസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ മേഖലൻ്റെ ഫുൾ വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് 100 dirhams കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇത് കിട്ടും. ഇവിടെ മിക്ക സീലിങ്ങിലും നല്ല ഫീലിങ്സും കാര്യങ്ങളുണ്ട്. മീനിൻ്റെയും ഒക്ടോപസിൻ്റെയും. ഇതാണ് വാട്ടർ പാർക്ക്. പിന്നെ പിള്ളേർക്ക് വേറെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും ടിക്കറ്റും കാര്യങ്ങളുണ്ട്. എന്തായാലും ഇതിനൊന്നും കയറുന്നില്ല. ജസ്റ്റ് ഇവിടെ വന്നപ്പം എന്താണെന്ന് അറിയാനുള്ളതിൽ ജസ്റ്റ് നോക്കി. ഇവിടെ കുറേ സോനിയേഴ്സും ഗിഫ്റ്റും ഒക്കെ ഉണ്ട്. അവിടെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണും. ഇവിടെ ഒരു ചെറിയൊരു അക്വേറിയം പോലെ ഉണ്ട്. പിള്ളേർക്കുള്ളതും പിന്നെ സോനിയേഴ്സും ഒക്കെയാണ് കൂടുതലുള്ളത്. ഇത് അറ്റ്ലാന്റിസിൻ്റെ അകത്തുള്ള അക്വേറിയമാണ്. നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. ഇപ്പം റൂമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അകത്ത് കയറാൻ പറ്റും. ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ സീ യു ഓൾ. ടേക്ക് കെയർ.